അകാലത്തിൽ തന്നെ പറയണം. എന്തുമാത്രം പാട്ട് ആ ഗിരീഷിന് ഇത് കിട്ടേണ്ടെന്നായിരുന്നു. അത്രയ്ക്കും പെട്ടെന്ന് പോകണ്ടായിരുന്നു. കാരണം ഇനി എന്തുമാത്രം എഴുതാനുണ്ട്. ഓരോ വരികളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇനി എന്തെല്ലാം കടന്നിരിക്കുമെന്ന്, അല്ലേ? അത്രമാത്രം വരി എഴുതേണ്ടുന്ന ആളാണ് ഇപ്പോൾ. ഗിരീഷ് പുത്തഞ്ചേരി ഇറ എന്ന് പറയുന്നത് ഒരുപക്ഷെ മോഹൻലാൽ കാലഘട്ടവും കൂടിയാണ്. ഭക്തിഗാനങ്ങളിൽ ഒരുപക്ഷെ നോക്കുന്ന സമയത്ത് ഈ കളഭം തരാമൊക്കെ, അതേപോലെ മൗലിയിൽ മയിൽപ്പീലി ചാർത്തി, ഒരുപക്ഷെ ചിത്ര ചേച്ചിക്ക് ചില ചലഞ്ചസ് കൊടുത്തിട്ടുണ്ട്. ഹൈ പിച്ചൊക്കെ പാടിയിട്ട് ഭംഗിയാക്കിയിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ചില ചലഞ്ചസും കൂടെ കൊടുത്തില്ലേ? ഗിരീഷ് പുത്തഞ്ചേരി ഇറ എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ ഇറ പെട്ടെന്ന് അവസാനിച്ചു പോയ ഇറയാണ്. പക്ഷെ ഒത്തിരി പടങ്ങളിൽ അസാധ്യമായ പാട്ടുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി ഒന്ന് ഓർക്കും. ഗിരീഷ് വന്ന് ചേർന്നത് വന്നിട്ട് ബ്രഹ്മരക്ഷസ് എന്നൊരു പടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രവിയേട്ടനോട് ആദ്യമേ ചേർക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഗിരീഷിനെ പരിചയപ്പെടുത്താൻ ഒരു വിജയം കാരോട്ടെന്നൊരു ഡയറക്ടർ ഉണ്ടായിരുന്നുണ്ട്. ഇദ്ദേഹമാണ് ബ്രഹ്മരക്ഷസ് എന്ന് ചെയ്തപ്പം അതിനകത്താണ് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നത്. വളരെ പെട്ടെന്ന് തന്നെ അപ്പോൾ അത് ഒരു പുതുമുഖമാണ് അപ്പോൾ രവിയേട്ടൻ്റെ വരുന്നത്. അപ്പോൾ രവിയേട്ടൻ ഇപ്പോൾ കുറേ പടം ചെയ്തതിന് ശേഷമാണല്ലോ വരുന്നത് നിൽക്കുന്നത്. പക്ഷേ രവിയേട്ടൻ ആദ്യം തന്നെ ഈ ഇയാളുടെ ക്യാരക്ടർ അങ്ങ് പിടിച്ചു. കാരണം എന്താ വെച്ചാൽ ഒരു എൻസൈക്ലോപീഡിയ ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്തൊന്നുമില്ല. സിനിമ ആരംഭിച്ച കാലം തൊട്ടുള്ള എല്ലാ പാട്ടുകളും അറിയാം, എല്ലാ ലിറ്ററേറ്റേഴ്സിനും അറിയാം, ഡയറക്ടേഴ്സിന് അതിൻ്റെ വരികൾ, അനിമേഷൻസിന് ചോദിച്ചാൽ മതി, പറഞ്ഞുകൊണ്ടേയിരിക്കും, പാടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഒരാളിനെ ഒരിക്കലും ഓർമ്മ വയ്ക്കാൻ പറ്റില്ല. കമ്പ്യൂട്ടറിന് ഇങ്ങനെ ഒന്നും നോക്കണ്ട, ഇങ്ങനെ പറഞ്ഞിരിക്കും. അന്നേ രവിയേട്ടനെ കയ്യിലെടുത്ത ഒരാളാണ് ഗിരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗിരീഷിനൊക്കെ പാട്ട് എഴുതാൻ ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, പറയുക എഴുതുക, അത്രേ ഉള്ളൂ. ഇവർ തങ്ങളൊരു മത്സരം ഈ പറഞ്ഞോട്ട് ആരാ ആദ്യം എഴുതുന്ന, ആരാ ട്യൂൺ ചെയ്യുന്നതെന്ന്. ഇവർ 5 മിനിറ്റ് എഴുതുക, 5 മിനിറ്റ് ട്യൂൺ ചെയ്യുക. ഹരിമുരളീരവം ട്യൂൺ ചെയ്തിട്ടല്ലേ? ഹരിമുരളീരവം ട്യൂൺ ചെയ്തിട്ടാണ്. അത് ഗിരീഷിനും രവിയേട്ടനും തമ്മിൽ ഒരു പ്രശ്നമില്ല. രണ്ട് രീതിയിലും ഒരു പ്രശ്നമില്ലാത്തതാണ്. ട്യൂൺ ചെയ്തിട്ടാണെങ്കിലും എഴുതി ചെയ്യുന്നതാണെങ്കിലും രണ്ടുപേർക്കും ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചാൽ അത്രത്തോളം ബ്ലെൻഡാണ് അവർ തങ്ങളുടെ ആ ഒരു ചേർന്ന് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകാലത്തിൽ തന്നെ പറയണം. എന്തുമാത്രം പാട്ട് ആ ഗിരീഷിന് ഇത് കിട്ടേണ്ടെന്നായിരുന്നു. അത്രയ്ക്കും പെട്ടെന്ന് പോകണ്ടായിരുന്നു. കാരണം ഇനി എന്തുമാത്രം എഴുതാനുണ്ട്. ഓരോ വരികളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇനി എന്തെല്ലാം കടന്നിരിക്കുമെന്ന്, അല്ലേ? അത്രമാത്രം വരി എഴുതേണ്ടുന്ന ആളാണ് പോയത്. അയ്യോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ. അത് മാത്രമല്ല രജനീഷേ, ആ പാട്ടിൽ ഞാനെപ്പോഴും രവിയേട്ടനോട് പറയുന്നത് എന്താണ്, ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ എല്ലാം അതിനകത്തുണ്ട്, അല്ലേ? എല്ലാം ഒരു കഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങളെല്ലാം ആ വരികളിലുണ്ട്, അല്ലേ? പക്ഷേ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മഞ്ഞക്കിളിയുടെ സോഫ്റ്റ് പാട്ട് അത് മറ്റു വേറൊരു തലത്തിൽ എത്ര രസമായിട്ട് ആൾക്കാർ നമ്മളൊക്കെ ഈസി ആയിട്ട് പാടിയിട്ടുള്ള പാട്ടുകളാണ്. അതെ 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 അതെ. അതും ഈ ഗിരീഷേട്ടൻ്റെ എല്ലാത്തരം പാട്ടുകളും ശരി ഗിരീഷിനെ കൊണ്ട് എഴുതാൻ പറ്റും. ലാസ്റ്റ് സമയത്തൊക്കെ മിക്കവാറും എല്ലാ പടങ്ങളും ഗിരീഷിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു കൂടുതലും വന്നത് വന്നിട്ട്. ശരി, പിന്നെ വടക്കുന്നാഥൻ വരേക്കും വന്നത് ശരി പാട്ടുകളായിരുന്നു. ഇടയ്ക്കിടെ കൊടുക്കും രവിയേട്ടൻ്റെ ഗിരീഷിൻ്റെ ഒരു ചില ക്യാരക്ടേഴ്സ് ഇതാക്കി വരില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവർ നിങ്ങൾ ഉടക്കുമെങ്കിലും ഇവർ നിങ്ങൾ വളരെ ഒരു മാനസികമായിട്ട് അടുപ്പവുമായിരുന്നു. അതിൽ ആ പാട്ടും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. കാർമുകിൽ പറഞ്ഞതിൻ്റെ കാരണം ചിത്ര ചേച്ചി കൃഷ്ണ എന്ന് വിളിക്കുന്ന സമയത്ത് ചിത്ര ചേച്ചിയെ കൊണ്ട് അത്രയും പീക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അന്ന് അങ്ങനെ എടുക്കാൻ പറ്റാതിരുന്ന ഒരു ഘട്ടവും കൂടി ആയിരുന്നു എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ആ പാട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഭക്തിഗാനങ്ങളിൽ അത്രയും ഉള്ളുരുകി വിളിക്കുന്നൊരു വിളി ഇല്ല എന്നുള്ളത് കണ്ടില്ലേ? വേദിയിലൊക്കെ പാടുമ്പോഴെല്ലാം കരയുന്ന ആ ഒരു വരുമ്പോഴത്തേക്ക് എല്ലാവരും ശരി അതൊരു എല്ലാവരെയും ആകർഷിച്ച ഒരു പാട്ട്. സത്യം പറയാണ്, ഈ പറഞ്ഞ പോലെ തന്നെ അത് ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസിക്കുക, രവിയേട്ടൻ കോഴിക്കോട് കമ്പോസിങ് നടക്കുക, ഫോണിലൂടെ പാടി കേൾപ്പിച്ചു. കാർമുകിൽ പറഞ്ഞിട്ട് എന്നെ രവിയേട്ടൻ പാടി ട്യൂൺ ചെയ്ത സമയത്ത് അപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പോഴേ തന്നെ കരച്ചിൽ തോന്നുന്നു. ഞാൻ പറഞ്ഞു, ഇത് എല്ലാവരും കരയിക്കുമല്ലോ രവിയേട്ട, അങ്ങനത്തെ ഒരു പാട്ടായി മാറുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന് വരികളും അതുപോലെ തന്നെ ആ ട്യൂണും എല്ലാം കൂടെ ചേരുമ്പോഴുള്ള ഒരിത്. ഈ പാട്ട് ചെയ്യുന്ന സമയത്ത് ചിത്ര പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അവളൊരു സിറ്റുവേഷനിലായിരുന്നു, അവൾക്കിപ്പോൾ ആ സമയത്ത് പാടുന്നില്ല എന്നുള്ള നിന്നൊരു സമയമാണ്, അവൾക്ക് റെസ്റ്റ് വേണമെന്ന് മാറുന്ന സമയമാണ്. പക്ഷേ രവിയേട്ടൻ ഒറ്റ പറച്ചിലായിരുന്നു, നീ പാടിയില്ലെങ്കിൽ ഞാനത് പാട്ട് ഉൾപ്പെടുത്തില്ല പടത്തിൽ എന്നുള്ളൊരു നിർബന്ധമായിരുന്നു. വിജയനെയൊക്കെ ഭയങ്കര ഫോഴ്സ് ചെയ്താണ് അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അവൾക്കിപ്പം ശരിക്കും പറഞ്ഞാൽ അവരുടെ മാനസികാവസ്ഥ കൂടിയാണ് ആ പാട്ട് ഇത്രയും മനോഹരമായിട്ട് പാടാൻ സാധിച്ചത്. അവരുടെ അവരുടെ ഉള്ളൊരുക്കി അവൾ ശരിക്കും വിളിക്കുക കൃഷ്ണനെ, ചിത്ര വിളിക്കുകയാണ് കൃഷ്ണനെ ശരിക്കും. അത് സിനിമയ്ക്ക് വേണ്ടി പാടുകയല്ല, അവൾ വിളിച്ചു. ഞാൻ എപ്പോഴും പറയും, ചിത്ര നിനക്ക് ഇനി സ്റ്റേജിൽ പോലും ഇങ്ങനെ പാടാൻ പറ്റില്ല, വീണ്ടും അത് ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷെ
അന്നത്തെ നിൻ്റെ മാനസികാവസ്ഥ എപ്പോഴും ശരി. നമ്മൾ ഓരോ നാലിക നമ്മൾ പ്രസൻറ്റ് എവിടുന്ന വരുന്നത്, നമ്മുടെ ഉള്ളിൽ നിന്നല്ലേ വരുന്നത്, നമ്മുടെ മനസ്സിനുള്ളിൽ നിന്നല്ല വരുന്നത്. അപ്പോൾ ആ മാനസികാവസ്ഥയിൽ അവൾ ശരിക്കും കൃഷ്ണനെ കണ്ടു വിളിക്കുന്നത് തന്നെ ശരിയുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഫലിപ്പിക്കാൻ പറ്റിയത്. അതിന്നും അതേപോലെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നതും മനോഹരമായ ഒരു ഭക്തിഗാനം. അല്ല, അതിനകത്ത് ആ വരികൾ നോക്ക്. ഇനി ഒരു ജന്മത്തിലെങ്കിലും ശരി എനിക്ക് അവിടെ വന്ന് ചേരണം എന്നൊക്കെ പറയുമ്പോഴേ അത് ഗിരീഷിൻ്റെ വരികൾ, ഗിരീഷിൻ്റെ വരികൾക്ക് നമ്മൾ ആരെക്കുറിച്ച് പറഞ്ഞാലും ശരി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചാണ് കേട്ടോ. സത്യം പറയുകയാണ് കേട്ടോ. ഒരാളെ പറയുമ്പോഴത്തേക്ക് തോന്നുന്നു അവരാണ് മെച്ചമായിട്ടിരിക്കുന്നത്, അടുത്ത ആളാണ് മെച്ചമാണെന്ന് തോന്നുന്നു. കൈതപ്പുറത്തിനെ പറഞ്ഞു കഴിഞ്ഞാലും അങ്ങനെയാണല്ലേ. കൈതപ്പുറത്തിൻ്റെ വരികൾ എഴുതി കഴിഞ്ഞാൽ ഇതാണ്